സർ. സർ, ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്യും 3-ാം തീയതി മുതൽ ഫോളോ ചെയ്യേണ്ടതാണ്. എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുഖത്തിപ്പോൾ മുഖക്കുരു ഒട്ടും ഇല്ലാത്തൊരു മുഖമായിരുന്നു. ഇപ്പം മുഖക്കുരു അധികമായിട്ട് വരുന്നുണ്ട്. അത് ഈ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഡയറ്റ് യൂസ് ചെയ്യണോണ്ടാണോ? അതാണ് എൻ്റെ ഡൗട്ട്. ഒന്ന് ക്ലിയർ ചെയ്ത് തരണം സർ. മുഖക്കുരു എന്ന് പറഞ്ഞത് നമ്മളെ തൊലിൻ്റെ അടിയിലുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കൂടുന്നതുകൊണ്ടുണ്ടാകുന്നതാണ്. അത് തന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ അഡിപ്പോസൈറ്റ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പ് കോശങ്ങൾ തൊലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കൂടുതലുണ്ടാകുന്നത്. അതിന് 2 ടൈപ്പ് ഉണ്ട്. ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ട്, ബാറ്റ് എന്നുണ്ട്. അതേമാതിരി വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ട്, വാറ്റ് എന്ന് പറയും. വാറ്റും ഉണ്ട് നമ്മളെ തൊലിൻ്റെ അടിയിൽ. അത് ചെറുപ്പത്തിലൊക്കെ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ബാറ്റാണ് കൂടുതൽ. ബാറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കൊഴുപ്പിനെ നമ്മൾ ചിലവാക്കണ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ തെർമോ റെഗുലേഷൻ വേണ്ടി ശരീരത്തിൻ്റെ ഊഷ്മാവൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ബാറ്റിൻ്റെ ഉപയോഗം, ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂസ്. അതേസമയത്ത് കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസാണ് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂസ്. അപ്പോൾ ഒരാളുടെ ശരീരത്തിനകത്ത് വാറ്റ് കൂടുതലും ബാറ്റ് കുറവാണെങ്കിൽ അയാളുടെ ഫാറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയും. എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ ഈ മുഖക്കുരുമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരിക. അതേപോലെ തന്നെ ചിലർക്ക് ഇങ്ങനെ ഇതുണ്ടാവും, ഫാറ്റിൻ്റെ ചില മുഴകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ കാരണം വാറ്റ് കൂടുന്നതാണ്. വാറ്റ് കൂടാൻ കാരണം ഇൻസുലിൻ കൂടുന്നതാണ്. ഇൻസുലിനാണ് ബാറ്റിനെ വാറ്റ് ആക്കണം. എന്ന് പറഞ്ഞാൽ ബ്രൗണിനെ വൈറ്റ് ആക്കുന്ന പണി ഇൻസുലിനാണ്. ഇൻസുലിൻ ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് അഡിപ്പോസൊക്കെ ബ്രൗൺ അഡിപ്പോസായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ബാറ്റോ ആ കൂടി കൺഫ്യൂഷൻ ആണ്ട. അതായത് ശരീരത്തിലെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിൻ്റെ സ്റ്റോറേജ് കുറക്കും ഇൻസുലിൻ്റെ അളവ് കുറച്ചാൽ. ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് കൂടും. അപ്പോൾ അത്ര ആൾക്കാർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ തൊലിക്കടിയിലുള്ള കൊഴുപ്പ് സ്റ്റോറേജ് കൂടിയിട്ട് അങ്ങനത്തെ മൂക്കുരുമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരം ഇൻസുലിൻ കുറക്കുക എന്നുള്ളത് തന്നെയാണ്. ഇൻസുലിൻ കുറക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറക്കണം. അതേസമയത്ത് നമ്മൾ ശുദ്ധമായ ഫാറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ടിഷ്യൂസിലൊക്കെ ഫാറ്റ് കൂടുതൽ വരും. അപ്പോഴും ഈ വാറ്റ് കൂടാൻ സാധ്യതയുണ്ട്, വൈറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ LCHF തന്നെയാണ് അതിൻ്റെ പരിഹാരം. പക്ഷേ ഫാറ്റ് അധികം കഴിച്ചു കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് കൂടുക ചെയ്യാം. അപ്പം അത് അങ്ങനത്തെ ആൾക്കാർ, മൂക്കുര കൂടുതലുള്ള ആൾക്കാർ ഫാറ്റ് കൂടുതൽ കഴിക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് കാർബോഹൈഡ്രേറ്റ് പരമാവധി ഒഴിവാക്കിയിട്ട് ഇൻസുലിൻ കുറക്കണം. അതാണ് ഇതിൻ്റെ ചികിത്സ. പ്രത്യേകിച്ചും ഷുഗറൊക്കെ ഉണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ 2 ആഴ്ച കൊണ്ട് തന്നെ മൂക്കുരൊക്കെ ഇല്ലാതെ പോകുന്നുണ്ട്. ഷുഗർ, ഡയറക്റ്റ് ഷുഗർ, നമ്മൾ പഞ്ചസാര എന്ന് പറയുന്നത് സുക്രോസ്, അതേമാതിരി അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങളും ബേക്കറികളൊക്കെ ഉണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മൂക്കുരൊക്കെ പെട്ടെന്ന് തന്നെ സുഖമാവും. അമിതമായിട്ട് ബട്ടറും ഇതൊക്കെ അങ്ങനത്തെ ഫാറ്റൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കൂടാനും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വാറ്റ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം മൂക്കുരൊക്കെ ഉള്ളവർ ഫാറ്റ് അധികം കഴിക്കണ്ട. ആ സമയത്ത് കാർബോഹൈഡ്രേറ്റ് പരമാവധി കുറക്കും വേണം. ആ രീതിയിൽ അത് ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സുഖമാവും. ഇത് തുടക്കത്തിലുണ്ടാവുള്ളൂ. നമ്മളെ ശരീരത്തിൽ ആൾറെഡി ഒരുപാട് കൊഴുപ്പ് നിക്ഷേപമുള്ള ഒരാൾ പിന്നെ ഈ ബട്ടറൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിൽ കുറച്ച് ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാവും തുടക്കത്തിൽ. അത് ഡയറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2-3 മാസം ആകുമ്പോൾ ഇൻസുലിനൊക്കെ ശരീരത്തിന് കുറയുന്ന സമയത്ത് അതൊക്കെ നോർമൽക്ക് തന്നെ വരും. തുടക്കത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ബട്ടറൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ പകരം കുറച്ച് ഒലീവ് ഓയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് പ്രശ്നം കുറേ പരിഹരിക്കപ്പെടും. സാധാരണ ഇതിൽ മൂക്കുരൊക്കെ ഡയറ്റ് കൊണ്ട് ഇല്ലാതെയാവുക ചെയ്യാം. പക്ഷെ ആൾറെഡി ഫാറ്റ് ഡെപ്പോസിറ്റ് ശരീരത്തിലുള്ള ഒരാൾ വീണ്ടും ബട്ടറൊക്കെ കഴിക്കുമ്പോൾ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിൽ ചെറിയ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ. 2-3 മാസത്തോണ്ട് ഇത് നോർമലാവും. തൽക്കാലം വേണമെങ്കിൽ ബട്ടർ ഒഴിവാക്കിയിട്ട് ഒലീവ് ഓയിൽ കഴിച്ചാൽ മതി.